ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് കപ്പ ഉടച്ചതും ഞണ്ട് കറിയുമാണ് വയ്ക്കാൻ പോകുന്നത്. അടിപൊളി ഞണ്ട് കറി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ശ്രീലങ്കൻ കപ്പയാണ്. അതിനെ നല്ലോണം ഉരിച്ച് തോലെല്ലാം ഉരിച്ച് നല്ലോണം 4-5 വെള്ളത്തിൽ കഴുകിയെടുത്ത് ആദ്യമേ നമുക്കങ്ങ് അടുപ്പത്തിടാം. അടുപ്പത്തിട്ടിട്ട് ബാക്കി ഞണ്ടിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങാം. സോ കഴുകാണ്. കഴുകിയൊരു 3-4 വെള്ളത്തിൽ നമ്മൾ നല്ലോണം കഴുകണം. കഴുകിയെടുത്തിട്ട് പാത്രത്തിലേക്ക് വെള്ളമെടുത്ത് നമുക്ക് കപ്പ വേകാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഈ കപ്പ വെന്ത് വരുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ ഈ ഞണ്ടിനെ ഇങ്ങോട്ട് വൃത്തിയാക്കാനുള്ള പരിപാടി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല വലിയ 4 ഞണ്ടാണ് കിട്ടിയിരിക്കുന്നത് സുഹൃത്തുക്കളെ. നമ്മൾ ഹിദ് മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിയത്. നല്ല നീല നിറത്തിലുള്ള ഞണ്ടാണ് കിട്ടിയിരിക്കുന്നത്. അതിനെ മൊത്തം ക്ലീൻ ചെയ്യുവാണ്. നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഞണ്ട് മുഴുവനും ക്ലീനായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അതിനെ മാറ്റി വെച്ചിട്ട് ക്ലീനാക്കി കുറച്ച് വെള്ളമൊഴിച്ച് മാറ്റി വയ്ക്കുക. അതിനുശേഷം കുറച്ച് സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം എടുത്ത് സവാള നമുക്ക് അരിഞ്ഞെടുക്കാം. അതിനോടൊപ്പം തന്നെ ഇഞ്ചി, പച്ചമുളക്. നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ തന്നെയാണ് നമ്മുടെ ഞണ്ട് റെഡിയാക്കുകയാണ്. സവാള എല്ലാം നല്ലോണം കട്ട് ചെയ്തെടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതയ്ക്കുന്നില്ല, ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കുവാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചൊന്ന് ചതച്ച് കൊടുക്കാം. കൂടുതൽ ചതയ്ക്കേണ്ട ആവശ്യമില്ല. ചതയ്ക്കാതെ തന്നെ ഇടാനുള്ള പുറപ്പാടിലാണ്. സോ അപ്പോൾ കപ്പ നമുക്ക് ഒരു വെള്ളം ഊറ്റിക്കളയുകയാണ്. ഒരു വെള്ളം ഊറ്റിയിട്ട് അടുത്ത് ഒന്നുകൂടി വെള്ളം നിറച്ച് ഒരു തിളയും കൂടി തിളച്ച് വരുമ്പോഴത്തേക്ക് കപ്പ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എങ്കിലും ഒരു വെള്ളവും കൂടി നമുക്കൊന്ന് ഊറ്റി ഇറക്കാം. ഇടയ്ക്ക് തക്കാളിയും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകളെല്ലാം റെഡിയായി. ഇനി നമുക്ക് പാത്രം അടുപ്പത്തിട്ട് വയ്ക്കാം. ഗ്യാസ് കത്തിച്ച് എണ്ണയൊക്കെ ഒഴിച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് നമ്മൾ. നല്ല പച്ച വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഉള്ള ടേസ്റ്റ് വേറെ മറ്റ് എണ്ണകളിലൊന്നും നമുക്ക് കിട്ടത്തില്ല. കടുകിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കറിവേപ്പിലയും പിന്നെ കുറച്ച് വറ്റൽ മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയൊക്കെ ഇട്ടങ്ങ് കൊടുക്കാം. അപ്പോൾ ഒരു മണമുണ്ട് കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആ ഒരു സ്മെല്ല്. അപ്പോൾ
ഇതെല്ലാം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള നല്ലോണം വെന്ത് പേസ്റ്റ് പോലെ ആക്കണം. അതിനായി നമുക്ക് ആദ്യമേ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലോണം കിടന്ന് വെന്ത് വരണം. വെന്ത് നല്ല പേസ്റ്റ് പോലെ ആവണം, എങ്കിലേ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. പിന്നെ നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ സവാള പേസ്റ്റ് ആകത്തില്ല, നല്ലോണം വേഗത്തില്ല. അതിൽ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്, നല്ലോണം വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല പേസ്റ്റ് പോലെ ആകണം. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കുക. അന്ന് വെള്ളം ഒഴിക്കാതെ തന്നെ ഇങ്ങനെ ഒന്ന് ഇളക്കുമ്പോഴത്തേക്ക് ഒന്ന് മൊരിഞ്ഞ് കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് ഒന്ന് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന ഞണ്ട് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിൻ്റെ ഫുൾ തോല് റിമൂവ് ചെയ്യാതെയാണ് ഇടുന്നത്. അപ്പോൾ കഴുകി വെച്ചിരിക്കുന്ന ഞണ്ടെല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നീല കളർ മാറി വന്നത് നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി കഴിക്കാനായിട്ട് എടുക്കുവാണ്. നമുക്കപ്പോൾ നമ്മുടെ കപ്പയും കുത്തരി ചോറ്, മീൻ വറുത്തത്, ഞണ്ട് കറി, ആഹാ അന്തസ്. ഇനിയിപ്പം ഒരു പിടി പിടിച്ചിട്ട് വരാം. ഓക്കെ, താങ്ക് യു ഗൈസ്.